ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി നോക്കാം. മസാലപ്പൂരി. ഇതിന് ഒരു കറിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ മസാലപ്പൂരി. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവ ഏതായാലും കുഴപ്പമില്ല. 1/4 കപ്പ് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു ഗ്ലാസിൻ്റെ 1/4 ഭാഗം എടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 മുതൽ 3/4 ഗ്ലാസ് വരെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആ വെള്ളം നനവ് എല്ലായിടത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ആ റവയൊക്കെ ഒന്ന് നന്നായിട്ട് കുതിരും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, റവയൊക്കെ നന്നായിട്ട് കുതിർന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ അജ്വൈൻ സീഡ്, അയമോദകം. അത് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്പി ഇതാക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നേരത്തെ ഞാൻ റവ അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു. 1/2 കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുത്തു. കടലമാവ് ഒന്നും നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ ഒന്നും ചേർക്കാറില്ല. പക്ഷേ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പൂരി ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ചേർക്കുമ്പോൾ അതിൻ്റെ തണ്ട് വേണ്ട, ഇലയുടെ ഭാഗം മാത്രമേ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കുഴയ്ക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാതും കുഴച്ചിട്ട് ഒന്ന് നമ്മൾ നോക്കണം. നമ്മൾ ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കാരണം ചിലപ്പോൾ നമുക്ക് വെള്ളം ആവശ്യം വരില്ല. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ച് കുഴച്ച് എല്ലാം യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഇതുപോലെ കുറച്ച് പച്ചവെള്ളം, പിന്നെ ഇനി നമ്മൾ ചൂടുവെള്ളമല്ല ചേർക്കുന്നത്, പച്ചവെള്ളം ഒരു ഇത്തിരി ആയിട്ട് നമ്മൾ പച്ചവെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. പക്ഷേ നമ്മുടെ മാവ് ചപ്പാത്തിയുടെ അത്ര ടൈറ്റായിട്ടല്ല ഇരിക്കേണ്ടത്, അതുപോലെ തന്നെ പൂരിയുടെ പോലെ അത്രയും സോഫ്റ്റ്നെസ്സും വേണ്ട. ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ നമ്മുടെ ഒരു മാവിനെ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴക്കുക. അതിന് ശേഷം ഒരു ഇത്തിരി ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ, ഇപ്പോൾ നമ്മൾ ഏത് ഓയിലാണോ പൊരിച്ചെടുക്കുന്നത് അതേ സെയിം ഓയിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ കയ്യിലാക്കിയിട്ട് വീണ്ടും നമ്മൾ 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കുഴക്കണം. അപ്പോൾ ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് നമ്മുടെ പൂരിയുടെ മാവ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് എല്ലാം ഇവിടെ കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ 2ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതുപോലെ 2 ഷീറ്റാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു ഇത്തിരി എണ്ണ പുരട്ടി കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ ഷീറ്റിൻ്റെയും ഒരു സൈഡിൽ നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിനി നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചതിൽ നിന്ന് ഒരു ചെറിയ ഉരുള എടുത്തിട്ട് നമുക്ക് ഒന്ന് കൈയിൻ്റെ ഇടയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഉരുട്ടി പരത്തിയിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതാക്കി വെച്ചിട്ടുള്ള ഷീറ്റിൽ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ അടുത്ത് ചപ്പാത്തി പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതിയിട്ട്, എല്ലാവരുടെ അടുത്തും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം. എണ്ണയുടെ ചൂട് ഒരു മീഡിയം ഹീറ്റിലായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് പൊന്തി വരില്ല. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിങ്ങനെ പതുക്കെ ഒന്ന് മുകളിലേക്ക് പൊന്തി വരും. ആ പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൂരി ഇങ്ങനെ പൊന്തി വരും. എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് സാധാരണ പൂരിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ഫസ്റ്റ് വൺ ഞാൻ ഇപ്പോൾ ഇവിടെ പൊരിച്ച്
എടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും കുടിക്കില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ളൊരു പൂരിയാണ് കേട്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഇത് പൊരിച്ചെടുത്തു. നമുക്ക് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ പൊരിച്ച് നമുക്ക് എടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഹീറ്റിലായിരിക്കണം കേട്ടോ ഫ്ലെയിം, അത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത്. സോസ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ചട്നി വെച്ചിട്ടോ നമുക്കിത് സെർവ് ചെയ്യാം. അതല്ല വെറുതെ കഴിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പൂരി വളരെ നല്ലതാണ് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.